നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഞ്ഞടിയിൽ LDF സർക്കാർ അടിപതറിയപ്പോൾ 102 സീറ്റുകളുടെ വൻ ഭൂരിപക്ഷത്തോടെ ഐക്യജനാധിപത്യ മുന്നണി അധികാരം പിടിച്ചെടുത്തിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ നയങ്ങളോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം അത് വോട്ടായിട്ട് മാറിയപ്പോൾ ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷികൾ പോലും നിലംപരിശായി. ഈ വിജയലഹരിക്കിടയിലും UDF ക്യാമ്പുകളിൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം അത് അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതാണ്. സ്വാഭാവികമായിട്ടും VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെ തന്നെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ഡൽഹി കേന്ദ്രീകരിച്ച് KC വേണുഗോപാലിന്റെ പേരും ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയ്ക്കകത്തും പുറത്തും സർക്കാരിനെതിരെ പടനയിച്ച VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്ന പേര്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ മികച്ച പ്രകടനം അത് UDFന്റെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. യുവാക്കളുടെയും നിഷ്പക്ഷ വോട്ടർമാരുടെയും ഇടയിൽ സതീശനുള്ള സ്വീകാര്യത കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാണ്. എങ്കിലും പാർട്ടിയിലെ സംഘടനാനുഭവം പരിഗണിക്കുമ്പോൾ VD സതീശന് മറ്റുള്ളവരെ അപേക്ഷിച്ച് പിന്നിലാണെന്ന വാദം ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. KSU, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളുടെ തലപ്പത്തോ KPCC പ്രസിഡന്റ് സ്ഥാനത്തോ അദ്ദേഹം ഇരുന്നിട്ടില്ല എന്നതും അതുപോലെ ഒരു മുൻ മന്ത്രി എന്ന നിലയിലുള്ള പരിചയമില്ലാത്തതുമൊക്കെ തന്നെ അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്നു. മറുഭാഗത്ത് പരിചയസമ്പന്നതയുടെ കരുത്തുമായിട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തിനായിട്ട് രംഗത്തുണ്ട്. KPCC പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിൽ ദശകങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഒരു നേതാവാണ് രമേശ് ചെന്നിത്തല. 2016-21 കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പിണറായി സർക്കാരിനെതിരെ നിരവധി അഴിമതികൾ പുറത്തു കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. എന്നാൽ അന്ന് ഭരണ തുടർച്ച ഉണ്ടായതോടെ അദ്ദേഹത്തിന് അവസരം നഷ്ടമാവുകയായിരുന്നു. മുതിർന്ന നേതാവ് എന്ന നിലയിൽ ചെന്നിത്തലയെ ഇത്തവണ അവഗണിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരും വാദിക്കുന്നുണ്ട്. ചെന്നിത്തലയുടെ ഭരണപരിചയം പുതിയ സർക്കാരിന് കരുത്താകുമെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം മുതിർന്ന കോൺഗ്രസ് നേതാക്കളും കേരളത്തിലുണ്ട്. അപ്പോൾ ഈ ചർച്ചകൾക്കിടയിലേക്കാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേര് കൂടി കടന്നു വരുന്നത്. തെരഞ്ഞെടുപ്പ് ഫണ്ട് കണ്ടെത്തുന്നതിലും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുമൊക്കെ തന്നെ ഹൈക്കമാൻഡിന്റെ ഇടപെടലുകൾ കൃത്യമായിട്ട് ഏകോപിപ്പിച്ചതിലുമൊക്കെ തന്നെ KC വേണുഗോപാൽ വഹിച്ച പങ്ക് വളരെ വലുതാണ്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഭൂരിഭാഗം MLA മാരും അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടുള്ള താല്പര്യമുള്ളവരാണ്. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായിട്ടുള്ള അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വരണമെന്ന ആഗ്രഹം രാഹുൽ ഗാന്ധിയുടെ ടീമിനുമുണ്ട്. ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ മാറി മറിയുന്ന വേളയിൽ കേരളത്തിന്റെ ഭരണം KC വേണുഗോപാലിനെ ഏൽപ്പിക്കുന്നത് പാർട്ടിക്കും ഗുണകരമാകുമെന്ന് ഹൈക്കമാൻഡും കരുതുന്നുണ്ട്. എന്നാൽ ജനവികാരം മാനിക്കാതെ പെട്ടെന്ന് ഡൽഹിയിൽ നിന്ന് ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് നിശ്ചയിക്കുന്നത് അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും രാഹുൽ ഗാന്ധിക്കുണ്ട്. മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ MLA മാരുടെയൊക്കെ തന്നെ പിന്തുണയാണ് ഇവിടെ നിർണായകമാകുന്നതെങ്കിലും അത് KC വേണുഗോപാലിന് അനുകൂലമാകാനാണ് സാധ്യത. നിലവിലെ സാഹചര്യമൊക്കെ തന്നെ അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരിൽ 3/2 വിഭാഗവും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. സീറ്റ് നൽകുന്നതിലും അതോടൊപ്പം തന്നെ പ്രചരണ പ്രവർത്തനങ്ങളിലുമൊക്കെ തന്നെ അദ്ദേഹം നൽകിയ പിന്തുണ MLA മാർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും VD സതീശനെ പിന്തുണയ്ക്കുന്ന വലിയൊരു ജനവിഭാഗത്തെ പിണക്കിക്കൊണ്ട് പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് ഒരുപക്ഷെ മടിച്ചേക്കാം. കാരണം മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം വൈകാതെ തന്നെ ഡൽഹിയിൽ നിന്നും ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ കരുതുന്നത്. ആര് മുഖ്യമന്ത്രി ആയാലും അത് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊപ്പമുള്ള തീരുമാനമായിരിക്കണം എന്നതാണ് പ്രധാനം. മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് വരുമ്പോൾ ഇത്തവണ കോൺഗ്രസ് കർശനമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചേക്കും. 2011 ഉമ്മൻചാണ്ടി സർക്കാരിനെ പോലെ നേരിയ ഭൂരിപക്ഷമല്ല ഇത്തവണ ഉള്ളത് എന്നതിനാൽ തന്നെ ഓരോ MLA മാത്രമുള്ള ചെറു കക്ഷികളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനായിട്ട് കോൺഗ്രസ് തയ്യാറായേക്കും. കോൺഗ്രസിനും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും മാത്രമായിട്ട് തന്നെ ഭരണത്തിന് ആവശ്യമായ ഭൂരിപക്ഷമുണ്ട്. അതിനാൽ തന്നെ മന്ത്രിസ്ഥാനം ഊഹിക്കുന്ന ചെറു കക്ഷികൾക്ക് നിരാശപ്പെടേണ്ടി വരും. ഇവർക്ക് പകരം ഭരണപരിചയമുള്ള സീനിയർ നേതാക്കളെയും അതോടൊപ്പം തന്നെ സമുദായ സമവാക്യങ്ങളെയും ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ജംബോ മന്ത്രിസഭ ഒഴിവാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇത് ഭരണത്തിൽ കൂടുതൽ വേഗതയും കെട്ടുറപ്പും നൽകുമെന്ന് പാർട്ടി കരുതുന്നു. ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗ് ഇത്തവണ 5 മന്ത്രിസ്ഥാനങ്ങൾക്കായിട്ട് സമ്മർദ്ദം ചെലുത്തുന്നു. ലീഗിന് ലഭിച്ച 22 സീറ്റുകൾ ഈ ആവശ്യത്തിന് കരുത്ത് പകരുന്നു. എന്നാൽ പരമാവധി 4 മന്ത്രിസ്ഥാനം എന്ന നിലയിലായിരിക്കും കോൺഗ്രസ് ധാരണയിലെത്തുക. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 2 മന്ത്രിസ്ഥാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മോൻസ് ജോസഫ് മന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. 2ാമത്തെ മന്ത്രിസ്ഥാനത്തിനായിട്ട് അപ്പു ജോസഫ് അടക്കമുള്ളവർ രംഗത്തുണ്ടെങ്കിലും ഒരാൾക്ക് ക്യാബിനറ്റ് പദവിയോടെ ചീഫ് വിപ്പ് സ്ഥാനം നൽകി പ്രശ്നം പരിഹരിക്കാനായിരിക്കും കോൺഗ്രസ് ഇവിടെ താല്പര്യപ്പെടുന്നത്. ചെറുകക്ഷികളായിട്ടുള്ള RSPക്കും അതോടൊപ്പം തന്നെ CMPക്കും പ്രാതിനിധ്യം നൽകേണ്ടി വന്നാൽ അത് സമുദായ സമവാക്യങ്ങളെ കൂടി പരിഗണിച്ചായിരിക്കും.
കോൺഗ്രസ് ക്വാട്ടയിലുള്ള മന്ത്രിമാരെ നിശ്ചയിക്കുമ്പോൾ സമുദായവും പ്രാദേശികവുമായിട്ടുള്ള പ്രാതിനിധ്യവും വലിയ വെല്ലുവിളിയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകൾക്കും അർഹമായിട്ടുള്ള പ്രാതിനിധ്യം നൽകുക എന്നത് എളുപ്പമല്ല. മുസ്ലിം ലീഗ് മന്ത്രിമാരെല്ലാം തന്നെ ഒരു സമുദായത്തിൽ നിന്നുള്ളവരായതിനാൽ തന്നെ കോൺഗ്രസിന് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെ മാത്രമേ മന്ത്രിയായിട്ട് പരിഗണിക്കാൻ സാധിക്കൂ. ഈ സ്ഥാനത്തേക്ക് ടി സിദ്ദിഖ്, അതുപോലെ തന്നെ അൻവർ സാദത്ത്, ഷാനിമോൾ ഉസ്മാൻ എന്നിവരാണ് പ്രധാന പരിഗണനയിലുള്ളത്. വയനാട് ജില്ലയിലെ പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്താൽ ടി സിദ്ദിഖിന് സാധ്യത കൂടും. എന്നാൽ വനിതാ പ്രാതിനിധ്യം എന്ന ഘടകം ഷാനിമോൾ ഉസ്മാന് അനുകൂലമായേക്കാം. ഈഴവ സമുദായത്തിൽ നിന്ന് ഇത്തവണ കോൺഗ്രസിന് വലിയൊരു MLA-മാരുടെ നിര തന്നെയുണ്ട്. നാട്ടകം സുരേഷ്, സേനാപതി വേണു, ദീപക് ജോയി തുടങ്ങിയവരൊക്കെ തന്നെ ഈ പട്ടികയിലുണ്ടെങ്കിലും സീനിയോറിറ്റിയൊക്കെ തന്നെ പരിഗണിക്കുമ്പോൾ ലിജുവിനാണ് കൂടുതൽ സാധ്യത. ഈ കായംകുളത്ത് നിന്ന് വിജയിച്ച ലിജു പാർട്ടിക്കുള്ളിലെ തൻ്റെ സ്വാധീനവും യുവപ്രാതിനിധ്യവും ഒക്കെ തന്നെ ഉപയോഗപ്പെടുത്തി മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന് കരുതപ്പെടുന്നു. സമുദായ നേതാക്കളുമായിട്ടുള്ള ബന്ധവും അദ്ദേഹത്തിന് ഒരുപക്ഷെ തുണയാകും. കഴിഞ്ഞ കാലങ്ങളിൽ ഈഴവ പ്രാതിനിധ്യത്തിലൊക്കെ തന്നെ കോൺഗ്രസിനുണ്ടായ കുറവ് ഇത്തവണ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് അണികൾ പ്രതീക്ഷിക്കുന്നത്. മന്ത്രിസഭയിലെ ക്രൈസ്തവ പ്രാതിനിധ്യം നിശ്ചയിക്കുന്നതിൽ സണ്ണി ജോസഫിൻ്റെ പേരിനാണ് കൂടുതൽ മുൻതൂക്കം. KPCC പ്രസിഡന്റ് എന്ന നിലയിലും അതോടൊപ്പം തന്നെ കണ്ണൂരിൽ നിന്നുള്ള പ്രതിനിധി എന്ന നിലയിലുമൊക്കെ തന്നെ സണ്ണി ജോസഫ് മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. സിറോ മലബാർ സഭയുമായുള്ള അദ്ദേഹത്തിൻ്റെ നല്ല ബന്ധവും അതുപോലെ തന്നെ ഹൈക്കമാൻഡിൻ്റെ പിന്തുണയും അദ്ദേഹത്തിന് കരുത്താകുന്നുണ്ട്. ഇതോടെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രധാന മന്ത്രിയായിട്ട് സണ്ണി ജോസഫ് മാറും. കണ്ണൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള അദ്ദേഹം ഭരണത്തിലും തൻ്റെ മുദ്ര പതിപ്പിക്കുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. മുതിർന്ന നേതാക്കളായിട്ടുള്ള K മുരളീധരൻ, AP അനിൽകുമാർ എന്നിവരുടെയൊക്കെ തന്നെ കാര്യത്തിൽ വലിയ തർക്കങ്ങൾക്ക് ഇടയില്ല. തിരുവനന്തപുരത്തിന് മന്ത്രി എന്ന നിലയിലും പാർട്ടിയുടെ സീനിയർ നേതാവ് എന്ന നിലയിലുമൊക്കെ തന്നെ K മുരളീധരൻ മന്ത്രിസഭയിൽ ഇടം പിടിക്കും. ജനകീയനായ നേതാവ് എന്ന നിലയിൽ മുരളീധരൻ്റെ സാന്നിധ്യം സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായിട്ട് AP അനിൽകുമാറും മന്ത്രിയായേക്കും. ഹൈക്കമാൻഡിൻ്റെ നേരിട്ടുള്ള പിന്തുണയുള്ള നേതാവാണ് അദ്ദേഹം. മുൻപ് മന്ത്രിയായിട്ട് പ്രവർത്തിച്ച പരിചയവും അദ്ദേഹത്തിനെ സംബന്ധിച്ചൊരു അനുകൂല ഘടകമാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ ശക്തൻ നാടാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. നാടാർ കമ്മ്യൂണിറ്റിയുടെ വലിയ പിന്തുണ ഇത്തവണ UDF-ന് ലഭിച്ചിട്ടുണ്ട്. ഇതിന് നന്ദി സൂചകമായിട്ട് സമുദായത്തിന് മന്ത്രിസ്ഥാനം നൽകേണ്ടി വരും. എന്നാൽ ഒരേ ജില്ലയിൽ നിന്ന് തന്നെ നിരവധി മന്ത്രിമാർ വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് തലവേദനയാണ്. മുരളീധരനും ശക്തൻ നാടാരും ഒപ്പം സഖ്യകക്ഷികളായിട്ടുള്ള CP ജോൺ തുടങ്ങിയവരുമൊക്കെ തന്നെ തലസ്ഥാനത്ത് നിന്ന് മന്ത്രിസ്ഥാനത്തിനായിട്ട് അവകാശവാദം ഉന്നയിക്കുമ്പോൾ എങ്ങനെ അത് കൃത്യമായി ബാലൻസ് ചെയ്യുമെന്നത് തീർച്ചയായിട്ടും കണ്ടറിയണം. നായർ സമുദായത്തിൽ നിന്നുള്ള നേതാക്കളുടെ ആധിക്യമാണ് കോൺഗ്രസ് നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പദവിയിലേക്ക് പരിഗണിക്കുന്ന 3 പേരും നായർ സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഇതിന് പുറമെ മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരുമൊക്കെ തന്നെ ഇതേ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അതിനാൽ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ പദവിയിലേക്ക് മാറ്റാൻ നീക്കം ഒരുപക്ഷെ നടന്നേക്കാം. കോട്ടയം ജില്ലയുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹം മന്ത്രിയാകണമെന്ന വാദം ശക്തമാണെങ്കിലും സമുദായ സമവാക്യങ്ങൾ അദ്ദേഹത്തിന് തടസ്സമായേക്കാം. പക്വതയുള്ള പെരുമാറ്റവും നിയമസഭാ നടപടികളിലുള്ള അറിവുമൊക്കെ തന്നെ അദ്ദേഹത്തെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യനാക്കി മാറ്റുന്നുണ്ട്. യുവ നേതാക്കളായിട്ടുള്ള PC വിഷ്ണുനാഥ്, മാത്യു കുഴൽനാടൻ, VT ബൽറാം എന്നിവരിൽ ആരെങ്കിലും ഒരാൾക്ക് മന്ത്രിസഭയിൽ അവസരം ലഭിച്ചേക്കാം. വനിതാ പ്രതിനിധിയായിട്ട് ബിന്ദു കൃഷ്ണയാണ് വരുന്നതെങ്കിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള വിഷ്ണുനാഥിൻ്റെ സാധ്യതയും അവിടെ കുറയുകയും ചെയ്യും. സമുദായവും അതോടൊപ്പം തന്നെ പ്രാദേശിക ഘടകങ്ങളുമൊക്കെ തന്നെ അനുസരിച്ചായിരിക്കും ഈ യുവനിരയിലെ മന്ത്രിയെ നിശ്ചയിക്കുക. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് റോജി M ജോണിനും സാധ്യതയുണ്ട്. ലത്തീൻ സഭയുടെ പ്രതിനിധിയായിട്ട് M വിൻസെന്റിനെ പരിഗണിക്കുന്നുണ്ടെങ്കിലും ഷിബു ബേബി ജോൺ മന്ത്രിയാകുന്നതോടെ ആ വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം പരിഗണിക്കപ്പെടുമെന്ന് ഒരു വിഭാഗം കരുതുന്നു. ചുരുക്കത്തിൽ കേരളത്തിലെ ഒരു പുതിയ ഭരണയുഗം ഇവിടെ ആരംഭിക്കുമ്പോൾ വെല്ലുവിളികൾ വളരെയേറെയാണ്. കാരണം പിണറായി സർക്കാരിൻ്റെ വീഴ്ചകൾ തിരുത്തി ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണം കാഴ്ചവെക്കുക എന്നതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം. അഴിമതിയില്ലാത്തതും സുതാര്യവുമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ജനങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ കാര്യത്തിലുമൊക്കെ തന്നെ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങൾ അത് തീർച്ചയായിട്ടും UDF-ന്റെ വരുംകാല രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നതാണ്. വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കോൺഗ്രസിനും ഘടകകക്ഷികൾക്കും സാധിച്ചാൽ മാത്രമേ ഈ ജനവിധിക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ.